നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ആര് ജയിക്കും എന്നുള്ളത് ജ്യോതിഷപരമായിട്ട് വിശകലനം ചെയ്യുകയാണ്. രാഷ്ട്രീയപരമായിട്ട് 3 സ്ഥാനാർത്ഥികൾക്കും സാധ്യതയുണ്ട്. ജ്യോതിഷപരമായിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും രാഷ്ട്രീയ ചായ്വ് വെച്ചല്ല ഇത് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കാശ് വാങ്ങിച്ചിട്ടല്ല ഇത് പറയുന്നത്. ജ്യോതിഷം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദയവ് ചെയ്ത് ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 2 മുന്നണിക്കാർ ചീത്ത വിളിക്കും. പ്ലീസ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒരു തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യമോ രാഷ്ട്രീയപരമായ ചായ്വോ വെച്ചല്ല ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ചീത്തവിളി എന്തായാലും ഉറപ്പാണ്. അത് കുറച്ച് മയത്തിലൊക്കെ ചീത്ത വിളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, തീരെ സഹിക്കാതെ വരുന്നവർ ഓബ്സീനായിട്ടുള്ള വേർഡ്സൊക്കെ ഒഴിവാക്കുക. എന്തായാലും ഞാൻ ചീത്തവിളി പ്രതീക്ഷയോട് തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് ജ്യോതിഷപരമായിട്ട് 3 രാഷ്ട്രീയക്കാരെയും വെച്ച് നോക്കാം, അവരുടെ ജാതകം വെച്ച് നോക്കാം. ആദ്യമായിട്ട് പറയാം, 3 പേരുടെയും ജാതകങ്ങൾ 1.5 ജാതകങ്ങളാണ്. ഒരു രക്ഷയില്ല. 3 പേരുടെയും അതിശക്തമായിട്ടുള്ള അത്യധികം ഗുണാധിക്യമുള്ള യോഗങ്ങളുള്ള അതിശക്തമായ ജാതകങ്ങളുടെ ഉടമകളാണ് 3 പേരും. 3 പേർക്കും സാധ്യതയുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്തു അവസാനം. കാര്യം ഭയങ്കര പ്രയാസമായിരുന്നു കണ്ടുപിടിക്കാൻ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയധികം കോംപ്ലിക്കേറ്റഡായിട്ട് അത്രയധികം ഗുണാധിക്യമുള്ള ജാതകങ്ങളാണ് 3 പേരുടെയും. അതാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൽ നിന്ന് പറയണ സെലക്ട് ചെയ്യുക എന്നുള്ള ചെറിയ കാര്യമല്ല. അവസാനം ഞാൻ എല്ലാ അടവും പ്രയോഗിച്ചു. 18 അടവല്ല, 19ാമത്തെ അടവും പ്രയോഗിച്ചാണ് ഞാൻ അവസാനം ഒരു ഉത്തരം കണ്ടുപിടിച്ചത്. കാരണം 3 പേർക്കും രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല ജ്യോതിഷപരമായിട്ട് 3 പേർക്ക് സാധ്യതയാണ്. അതിൽ തന്നെ രാഷ്ട്രീയം നമ്മൾ വിടുന്നു. ഓക്കെ, ജ്യോതിഷപരമായിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടിയുണ്ട്. പിന്നെ കമൻറ്റ് ചീത്ത വിളിക്കരുത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ ജ്യോതിഷം മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ രാഷ്ട്രീയം വെച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യം കുറേ നോക്കിയപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ജ്യോതിഷപരമായ ആരാണ് മുൻപന്തിയിൽ? ഒരു രക്ഷയില്ല. 3 കീട്ടിലം ജാതകങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് മുഖ്യമന്ത്രി ആവാനും പ്രധാനമന്ത്രി ആവാനും വരെ യോഗങ്ങളുള്ളവരാണ്. വലിയ പ്രയാസപ്പെട്ടു ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. അവസാനം ഞാനൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിപാടി ചെയ്തു. അപ്പോൾ 1 2 3 4 5 6 7 ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചത്. അവസാനം നോക്കിയപ്പോൾ ഈ ഓരോന്നിനും കൃത്യം പോയിൻ്റുകൾ ഇടേണ്ടി വന്നു. കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. 3 പേരിൽ ആരുടെ ജാതകമാണ് മുൻപന്തിയിലെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസപ്പെട്ടു. അപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ, ആദ്യം സാധാരണ ഈ ജാതകമൊക്കെ നോക്കുമ്പോൾ ലഗ്നാധിപൻ ആരാണ്, അത് ശക്തമാണോ അല്ലയോ എന്നൊക്കെ നോക്കും. പിന്നെ ഇതിപ്പോൾ അധികാരത്തിൻ്റെ സ്ഥാനത്തിലേക്കുള്ള യാത്രയാണ് 3 പേർക്കും. അപ്പോൾ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ചൊവ്വയാണ് വരുന്നത്. ചൊവ്വ, ശനി, ഇത് 2 പവർഫുള്ളാണോ അല്ലയോ, അതാണ് രണ്ടാമത് നോക്കിയത്. പിന്നെ പൊതുവേ ഗ്രഹസ്ഥിതി, നമ്മുടെ ഇന്നസെൻ്റ് പറയുന്ന പൊതുവേ പറയുന്ന പോലൊന്നുമല്ല, പൊതുവെ ഗ്രഹസ്ഥിതി എങ്ങനെ, എത്ര ഗ്രഹങ്ങൾ വീതം പവർഫുള്ളായിട്ടുണ്ട്, അതിൽ തന്നെ ചൊവ്വയും ശനിയും ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാണ് നമ്മൾ ഇത് പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ യോഗങ്ങൾ, അതിശക്തങ്ങളായ യോഗങ്ങൾ 3 പേർക്കും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ട് യോഗങ്ങൾ, ചെറിയ യോഗങ്ങളൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല. ചാറ പറ യോഗങ്ങൾ 10-25 യോഗങ്ങൾ വെച്ച്
മൂന്ന് പേർക്കും ഉണ്ട്. മൂന്നും കൂടെ യോഗങ്ങളുടെ പേരുകൾ എല്ലാം കൂടെ പറയാൻ തന്നെ 75 പേരുണ്ട്. അതിന് വേറൊരു വീഡിയോ പ്രത്യേകം ചെയ്യേണ്ടി വരും. അത്ര യോഗങ്ങളാണ്, അതിശക്തങ്ങളായ യോഗങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ളത് ഇവർക്ക് 3 പേർക്കും ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള യോഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്തേക്കുന്നത്. പിന്നെ ദശാപഹാരം, ഏത് മഹാദശയാണ് ഓരോരുത്തർക്കും നടക്കുന്നത്, അപഹാരം ഏതൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ രാശിഫലം, അതായത് ദിനഫലം, ചാരഫലം, അതും നോക്കിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ശബരിനാഥിൻ്റെ ലഗ്നാധിപൻ ആരാന്ന് നോക്കാം. ലഗ്നാധിപൻ ചൊവ്വയാണ്. ശബരിനാഥിൻ്റെ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലഗ്നാധിപൻ എന്നുള്ളത് ചൊവ്വയാണ്. പക്ഷെ അത് നീചരാശിയിലാണ്. ഓക്കെ, ചൊവ്വ നീചം. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ കണക്കാക്കി തുടങ്ങണം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്പം നീണ്ടു പോകുന്നെങ്കിൽ ദയവായി ശ്രമിക്കുക. അത് പൊതുവേ ഉള്ളൊരു രീതിയാണ്. ഇപ്പോൾ പൊതുവേ ഞാൻ മറ്റ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കഴിവതും ചുരുക്കി അവതരിപ്പിക്കാൻ നോക്കും. പക്ഷേ ഇത് എൻ്റെ കൈവിട്ടു പോകും. അത്രത്തോളം പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ശബരിനാഥിൻ്റെ ആദ്യത്തെ സംഭവം, അതോ മൈക്ക് പോകുന്നു, അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പരമാവധി ഈ മണ്ഡലങ്ങളെ കവർ ചെയ്യുക. ഞാൻ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണിത്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും ശ്രദ്ധിക്കുന്ന മണ്ഡലമാണ് നേമം മണ്ഡലം. കാരണം BJPക്ക് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണിത്. അപ്പോൾ ഇവിടെ ശബരിനാഥ ആദ്യത്തെ സ്റ്റെപ്പിൽ -2 മാർക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കാര്യം ചൊവ്വ, ലഗ്നാധിപനായ ചൊവ്വ നീചരാശിയിലാണ്. ചൊവ്വ നമ്മുടെ കർക്കിടകം രാശിയിലാണ്. ഓക്കെ, അപ്പോൾ ശിവൻകുട്ടി എന്തുവാ, ലഗ്നാധിപൻ ശനിയാണ്. ശനി ഉച്ചനായി ശശമഹായോഗത്തോടു കൂടി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ലഗ്നാധിപൻ ശക്തനായാൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവർ വിജയിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ ട്രോളർമാർ പരമാവധി ആക്രമിക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ലഗ്നാധിപനായ ശനി ശിവൻകുട്ടിക്ക് ഉച്ചരാശിയിൽ ശശമഹായോഗത്തോടു കൂടി ഇരിക്കുന്നു. അതിനാൽ ഞാൻ അദ്ദേഹത്തിന് +2 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, പോയിന്റ്. ഇനി രാജീവ് ചന്ദ്രശേഖർ, ലഗ്നാധിപൻ ബുധനാണ്. ബുധൻ അദ്ദേഹത്തിന് 8ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിന് ഞാൻ ഒരു +1 കൊടുക്കുന്നു. ഓക്കെ, ഇനി ചൊവ്വ 3 പേരുടെ രാശി ജാതകത്തിൽ ശക്തമാണോ അല്ലയോ എന്ന് നോക്കാം. കാര്യം ചൊവ്വയാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലോട്ട് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്ന്. അപ്പോൾ ആ ചൊവ്വ ഇവിടെ ശബരിനാഥിന് നീചരാശിയിൽ അതീവ ദുർബലനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ അദ്ദേഹത്തിന് വീണ്ടും -2 കൊടുക്കുകയാണ്. ഓക്കെ, ശിവൻകുട്ടിക്കോ രുചകയോഗത്തോടുകൂടി മകരം രാശിയിൽ നിൽക്കുന്നു. ലഗ്നാധിപൻ ക്ഷമിക്കണം, ചൊവ്വ. രുചകയോഗം അതിശക്തമായിട്ടുള്ള യോഗമാണ്. അധികാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ. അത് ഇവിടെ രുചകയോഗത്തോടുകൂടി അതിശക്തമായിട്ട് നിൽക്കുന്നു. പക്ഷേ ലഗ്നത്തിലാണ്. അതുകൊണ്ട് +1 കൊടുക്കുന്നു, അല്ലെങ്കിൽ +2 കൊടുക്കാറുണ്ട്. ഭാവം കൊണ്ട് അത് അനുകൂലമല്ല എങ്കിലും ഉച്ച രാശിയിലാണ് രുചകയോഗത്തോടുകൂടി അദ്ദേഹത്തിന് മകര രാശിയിൽ ചൊവ്വ നിൽക്കുന്നത്. ഇനി രാജീവ് ചന്ദ്രശേഖരനെ നോക്കാം. രുചകയോഗമുണ്ട് അദ്ദേഹത്തിനും. കാരണം അദ്ദേഹത്തിൻ്റെ ചൊവ്വ നിൽക്കുന്നത് സ്വക്ഷേത്രമായ മേടം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. പക്ഷേ അഷ്ടമത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശിവൻകുട്ടിക്കും
രാജീവ് ചന്ദ്രശേഖരനും രുചകയോഗമുണ്ട്. പക്ഷേ ഭാവം കൊണ്ട് പ്രതികൂലമാണ്. അതുകൊണ്ട് 2 പേർക്കും +1 വീതമേ ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ +2ഓ +3ഓ കൊടുക്കാറുണ്ട്. ഇനി ശനിയുടെ പവർഫുൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ശബരിനാഥന് ശശമഹായോഗമുണ്ട്. ശനി പവർഫുള്ളാണ്. പക്ഷേ ശനി നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഉച്ചരാശിയായ തുലാം രാശിയിലാണ് അദ്ദേഹത്തിന് ശനി നിൽക്കുന്നതെങ്കിലും ശശമഹായോഗം ഉണ്ടെങ്കിലും ശനി നിൽക്കുന്നത് 12ലാണ്. ദുർബലമാണ്. എങ്കിലും ശശമഹായോഗം ഉണ്ടായിട്ട് അവിടെ നമ്മൾ +1 കൊടുക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഇതുവരെ ശബരിനാഥന് 4 മൈനസും നമ്മുടെ ശബരിനാഥന് ശശമഹായോഗത്തോടു കൂടിയാണ് ശനി ഉച്ചക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുന്നത്. എങ്കിലും അത് ലഗ്നത്തിൽ നിന്ന് 12ാം ഭാവത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് +1 കൊടുക്കുന്നുള്ളൂ. ടോട്ടല് ശബരിനാഥൻ്റെ പോയിൻ്റ് ഇപ്പോഴും -3 ആണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ശിവൻകുട്ടിയുടെ ശനിയെ നോക്കാം. ശിവൻകുട്ടിയുടെ ശനി നിൽക്കുന്നത് ഉച്ചക്ഷേത്രമായ തുലാം രാശിയിലാണ്. അത് കർമ്മഭാവത്തിലാണ്. അത്ര പോരാ. ഓക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ +1 കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ശിവൻകുട്ടിക്ക് ഇതുവരെ +4 കിട്ടി. ഓക്കെ. ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ എന്താ പറയുക, നമ്മുടെ ശനിയുടെ പവർഫുൾനെസ് ഒന്ന് നോക്കാം, പവർ ഒന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ശനിയും ശശമഹായോഗത്തോടു കൂടി നിൽക്കുക. 3 പേർക്ക് ശശമഹായോഗമുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഭാവം കൊണ്ടും ക്ഷേത്രം കൊണ്ടും അതീവ ശക്തിയുള്ള ശശമഹായോഗമാണ് അദ്ദേഹത്തെ കിട്ടിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ്, സ്വക്ഷേത്രത്തിൽ, അതും ലഗ്നത്തിൽ നിന്ന് 6ാം ഭാവത്തിൽ. അപ്പോൾ അതീവ ശക്തിയുള്ള 100% പവറുള്ള ശശമഹായോഗമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ഈ സ്റ്റെപ്പിൽ +3 കൊടുക്കുന്നു. അങ്ങനെ ടോട്ടല് ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ശബരിനാഥന് -3ഉം ശിവൻകുട്ടിക്ക് +4ഉം രാജീവ് ചന്ദ്രശേഖരന് +5 കിട്ടിയേക്കുന്നത്. ഇപ്പം തൽക്കാലം രാജീവ് ചന്ദ്രശേഖരൻ മുന്നിൽ എത്തിയിട്ടുണ്ട് ആദ്യത്തെ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഗ്രഹബലം നോക്കാം, ഗ്രഹങ്ങളുടെ ശക്തി നോക്കുമ്പോൾ ശബരിനാഥിൻ്റെ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വ, വ്യാഴം, സർപ്പം, ശനി, ഇവ 4ഉം പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതേസമയം ശനി, സൂര്യൻ, ബുധൻ ഇവ ശക്തമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അങ്ങനെ നമ്മളൊരു +1 കൊടുക്കുന്നു ശബരിനാഥിന് ഗ്രഹബലത്തിന്. ഓക്കെ. ഇനി ശിവൻകുട്ടിയുടെ പിടിക്കുമ്പോൾ അവിടെ കാണുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. 7 ഗ്രഹങ്ങൾ ആ ഡയറക്റ്റായിട്ട് ഉച്ചത്തിലാണ്. നോക്കുക, ശിവൻകുട്ടി ശ്രദ്ധിക്കുക. ശിവൻകുട്ടിയെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം MLA ഒക്കെ ആയിട്ട് ജയിച്ചത് മാത്രമല്ല, മന്ത്രിയായിട്ടും ജയിച്ചത് മാത്രമല്ല, ഈ ട്രോളർമാർ മുഴുവൻ ഏതാണ്ട് 100% ട്രോളർമാരും ഒരു പഞ്ചറാക്കിയ ഒരു അദ്ദേഹമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില, ജാതകം അതീവ ശക്തിയാണ്. ഇവിടുത്തെ നാട്ടിലെ കുട്ടപ്പന്മാരും രാജപ്പന്മാരും ഒന്നുമല്ല. ഈശ്വരൻ്റെ കണക്കുകൂട്ടലുകൾ എഴുതി കൊടുക്കുന്നത്, അതിന് വേറെ ആളുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇവിടെ ശിവൻകുട്ടി അതീവ ശക്തമായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഗ്രഹനിലയായിട്ടാണ് നിൽക്കുന്നത്. 7 ഗ്രഹങ്ങൾ അത്യുച്ചത്തിലാണ്. 7 ഗ്രഹങ്ങൾ, ആകെ 9 ഉള്ളൂ. അതിൽ 7 ഇദ്ദേഹത്തിന് പവർഫുള്ളാണ്. ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. ചൊവ്വ ഉച്ചക്ഷേത്രം, ചന്ദ്രൻ 4ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ, ശിഖി അഥവാ കേതു 6ാം ഭാവത്തിൽ. അതുകൊണ്ട് തന്നെ സർപ്പവും അനുകൂലമായിട്ട് തന്നെ എന്ന് കരുതാം. ലോട്ടറിയൊക്കെ അടിക്കും.
ശിവൻകുട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് തോറ്റാലും ലോട്ടറിയിൽ ഒരു 10-25 ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഫുൾ സീനാണ്. ലോട്ടറി വരെ അടിക്കുന്ന ജാതകമാണ്. പിന്നെ എന്താണ്ട് വ്യാഴം 7ാം ഭാവത്തിൽ നോക്കുക, 7ാം ഭാവത്തിൽ ഉച്ചക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുകയാണ്. കർക്കിടകത്തിൽ ഹംസയോഗം, ശശമഹായോഗം, ഹംസയോഗം, രുചകയോഗം, ഗജകേസരി യോഗം. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ശിവൻകുട്ടിയുടേത്. ഇതിപ്പോൾ ഞാൻ വ്യാഴവും ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ശനി ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. പോരെ, 7 ഗ്രഹങ്ങൾ അതിശക്തമായിട്ട് നിൽക്കുകയാണ്. ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. 2 ഗുണദോഷ സമ്മിശ്രമാണ്. ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ വലിയ പാടാണ്. നോക്കുക, ശ്രദ്ധിക്കുക. അദ്ദേഹം ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളത് ശ്രീ ശിവൻകുട്ടി തന്നെയാണ്. നോക്കുക, ഈ വിവാദങ്ങളിൽ പെടുന്നത് പലരും നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് പറയും. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഒരാന ഇവിടെ വന്ന് നിൽക്കുന്നതും ഒരാട് വന്ന് നിൽക്കുന്നതും, ഒരു ജംഗ്ഷനിൽ ഒരാട് വന്ന് നിൽക്കുന്നതും ഒരാന വന്ന് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആനയെ മുഴുവൻ പേരും ശ്രദ്ധിക്കും, ആടിനെ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ അതുപോലെ പവർഫുള്ളായിട്ടുള്ള ജാതകമുള്ളവർ ആണ് ഈ വിവാദങ്ങളിൽ പെടുന്നത്. തല ചൊറിയുന്ന ഒരു വിവാദവും. പവർഫുള്ളായിട്ടുള്ള ജാതകമുള്ള ഒരുത്തൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും അതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാവും. ഇവിടെ വിവാദ പുരുഷനാണ് ശിവൻകുട്ടി. അതിൻ്റെ തെളിവാണ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന 7 ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുന്നത്. ഗ്രഹനിലയിൽ 2 ഗുണദോഷ സമ്മിശ്രവും. ചുരുക്കത്തിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ശിവൻകുട്ടി ആൾ വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പിടിക്കാം. അദ്ദേഹത്തിന് ശനി, ചൊവ്വ, ബുധൻ ഇവ അതിശക്തങ്ങളാണ്. ഓക്കെ, ഉഭയചര യോഗത്തോടുകൂടി സൂര്യനും നിൽക്കുന്നു. ഒരു 4 ഗ്രഹമേ പറയാൻ പറ്റുന്നുള്ളൂ. അതേസമയം വ്യാഴം അഷ്ടമത്തിൽ വ്യാഴമാണ്, കൊള്ളത്തില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വ്യാഴം നിൽക്കുന്നു. ശനി, ചൊവ്വ, ബുധൻ ഇവയൊക്കെ സൂര്യൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഏകദേശം 4 ഗ്രഹങ്ങൾ ഇവർക്ക് രാജീവ് ചന്ദ്രശേഖരന് ഗുണദോഷ സമ്മിശ്രം. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 4 ഗ്രഹങ്ങൾ, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വ്യാഴമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മാർക്ക് +3 മാർക്ക് രാജീവ് ചന്ദ്രശേഖരന് ഗ്രഹസ്ഥിതിയുടെ നിലയിൽ കൊടുക്കുന്നു. ഓക്കെ, ഇനി യോഗങ്ങൾ. ചറവറ യോഗങ്ങളുണ്ട്. യോഗങ്ങൾ പറയാൻ എനിക്ക് പ്രത്യേക ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അത്ര യോഗങ്ങളാണ് ഈ 3 പേരും കൂടെ കൂട്ടിയിട്ടേക്കുന്നത്. തേങ്ങ വെട്ടി കൂട്ടുന്നതാണ് യോഗങ്ങൾ വാരി കൂട്ടിയേക്കുന്നത്. ഒരു രക്ഷയില്ല. ആദ്യം ശബരിനാഥൻ്റെ യോഗങ്ങൾ നോക്കാം. ഉഭയചര യോഗമുണ്ട്, ശശമഹായോഗമുണ്ട്, ഭദ്രയോഗമുണ്ട്. അത് ഈ പഠിപ്പിച്ചിട്ടാണ്, പുസ്തകത്തിൻ്റെ ആളാണ്. ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ ബുധൻ ഇവിടെ അദ്ദേഹത്തിന് 11ാം ഭാവത്തിൽ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ പഠിപ്പിച്ചിട്ടാണ് പുള്ളി. ഓക്കെ, ഈ ബുധനാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ കാര്യം നോക്കുന്നത്, ബുദ്ധിയുടെയൊക്കെ കാര്യം. ഓക്കെ, ശശമഹായോഗമുണ്ട്, ശരി. അതുപോലെ തന്നെ ഉഭയചര യോഗമുണ്ട്, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണ്, അതും സ്വക്ഷേത്രപരമായിട്ട് ചിങ്ങൻ രാശിയിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. ഓക്കെ, അതുമാത്രമല്ല സൂര്യൻ്റെ 2 ഭാവങ്ങളിലും 12ാം ഭാവത്തിലും 2ാം ഭാവത്തിലും
ഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഉഭയചര യോഗം തൊഴിൽപരമായിട്ട് ഉള്ള വിജയമാണ് അത് കാണിക്കുന്നത്. പിന്നെ ശശമഹായോഗമുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് +3 കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ നമ്മുടെ ശബരിനാഥന് ഇതുവരെ മൈനസ് കഴിക്കുമ്പോൾ വെറും +1 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജാതകമാണ് കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നത്, ശക്തി കുറഞ്ഞ് നിൽക്കുന്നത്. ശിവൻകുട്ടിയുടെ ഒരു രക്ഷയില്ല, എൻ്റെ അമ്മച്ചി. ശശമഹായോഗം, ഹംസയോഗം, രുചകയോഗം, ഗജകേസരി യോഗം, രാജയോഗമൊക്കെ ചറവറ ഉണ്ട്. ചെറിയ യോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ യോഗങ്ങൾ, അതായത് അധികാരത്തിലേക്ക് അടുപ്പിക്കുന്ന യോഗങ്ങൾ: ശശമഹായോഗം, രുചകയോഗം, ഗജകേസരി യോഗം, പിന്നെ വ്യാഴം കൊണ്ട് ഹംസയോഗവും +4. ഓക്കെ, അപ്പോൾ രാജീവ് ചന്ദ്രശേഖരോ 2 പേർക്കും തുല്യ പ്രാധാന്യമുള്ള യോഗങ്ങളാണ് കിട്ടിയേക്കുന്നത്. ഏതാണ്ട് ഒരേ പേരിലുള്ള ഒരേ യോഗങ്ങൾ: ശശമഹായോഗം, രുചകയോഗം, ഉഭയചര യോഗം, ഗജകേസരി യോഗം +4. അപ്പോൾ ഇതുവരെ 1, 2, 3, 4, 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശബരിനാഥ് വളരെ പിന്നിലാണ്. +1 മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ശിവൻകുട്ടിക്ക് 15 പോയിൻ്റ് കിട്ടി. ഓക്കെ, രാജീവ് ചന്ദ്രശേഖരന് 12 പോയിൻ്റ് മാത്രം. ഞാൻ പറഞ്ഞോ, ഈ ശിവൻകുട്ടി ആൾ പ്രശകമാണ്, ഒരു 1.5 സ്ഥാനമാണ്, വേറെ ലെവലാണ്. അതുകൊണ്ടാണ് ഈ വിവാദങ്ങളുണ്ടാകുന്നത്. മനസ്സിലായാലും അതിലൊന്നും കാര്യമൊന്നുമില്ല. വിവാദങ്ങൾ ഉണ്ടാകുന്നോ അത് പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ചുമ്മാ വഴിയെ പോകുന്നതിനൊന്നും വിവാദത്തിനൊന്നും പെടത്തില്ല. ഓക്കെ, അപ്പോൾ സംഭവം ശിവൻകുട്ടി 5ാം റൗണ്ട് കഴിയുമ്പോഴും മുന്നിലാണ്. BJP-കാരനെടുക്കെ ചീത്ത വിളിക്കരുത്. അല്ലെ, അവർക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് പ്രതീക്ഷയുള്ള സ്ഥലമാണ് നേമം. ഓക്കെ, അതുകൊണ്ട് ഈ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ശിവൻകുട്ടി ജയിക്കുമെന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജ്യോതിഷമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കാം, പക്ഷേ ഞാൻ പറയുന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടല്ല, ജ്യോതിഷപരമായിട്ട് ആരാണ് പവർഫുൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ദശാപഹാരം നോക്കാം. ഏതാണ് മഹാദശ, ഏതാണ് അപഹാരം? നമ്മുടെ ശബരിനാഥിന് അത്യധികം തിളക്കമാർന്ന മഹാദശയും അന്തർദശയുമാണ് നിൽക്കുന്നത്. അതിൽ അദ്ദേഹം കുറേ മാർക്ക് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ മഹാദശയാണ്, അതും 10ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ മഹാദശ അനുകൂലം. അതുകൂടാതെ സൂര്യമഹാദശയിൽ ബുധൻ്റെ അപഹാരം. ബുധൻ എവിടെ നിൽക്കുന്നു? ഇദ്ദേഹത്തിന് ഉച്ചക്ഷേത്രമായ കന്നിരാശിയിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കൂടാതെ സൂര്യനിൽ നിന്ന് 2ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ദശാപഹാരത്തിൻ്റെ കാര്യം വരുമ്പോൾ ശബരിനാഥൻ ടോപ്പിൽ വന്നു. പക്ഷേ ഞാനതിന് +5 കൊടുക്കുന്നു, +5 മാർക്ക് കൊടുക്കുന്നു. പക്ഷേ എന്നിട്ടും 6 പോയിൻ്റ് മാത്രമാണ് 6ാമത്തെ റൗണ്ടിലും കിട്ടി നിൽക്കുന്നത് ശബരിനാഥൻ. അതേസമയം നമ്മുടെ ശിവൻകുട്ടിയുടെ ഇത് നോക്കാം. ശനി മഹാദശയാണിപ്പോൾ, ശനിയുടെ അപഹാരവുമാണ്. ശനി എന്ന് പറയുമ്പോൾ ശശമഹായോഗത്തോടു കൂടി നിൽക്കുന്ന ശനിയുടെ മഹാദശയാണ്. അതിൽ തന്നെ ശനി മഹാദശയിൽ ശനിയുടെ അപഹാരം വരുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ +1 കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് 16 പോയിൻ്റ് 16. ഇനി നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തിനും ശനി മഹാദശ തന്നെ ശശമഹായോഗത്തോടുകൂടി സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്ന ശനിയുടെ മഹാദശയാണെങ്കിലും ശനിയിൽ നിന്ന് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ.
പോരാ. അദ്ദേഹത്തിൻ്റെ മഹാദശ കൊള്ളാം, പക്ഷേ അപഹാരം കൊള്ളത്തില്ല. എങ്കിലും ശനി സ്വക്ഷേത്രപരമായിട്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ മഹാദശയായതുകൊണ്ട് ഞാൻ +1 കൊടുക്കുന്നു. അപ്പോൾ 6 റൗണ്ട് കഴിയുമ്പോൾ ശിവൻകുട്ടിയാണ് മുമ്പിൽ 16 പോയിൻ്റ്. രാജീവ് ചന്ദ്രശേഖരന് 13 ഉള്ളൂ. വളരെ പിന്നിലാണ് ശബരിനാഥ്, 6 പോയിൻ്റ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ സംഖ്യയിൽ നിൽക്കുകയാണ്. ഇനി അവസാനത്തെ റൗണ്ട് രാശിഫലം. രാശിഫലം നമ്മൾ നോക്കുമ്പോൾ രാശി മാത്രമല്ല ലഗ്നത്തിൻ്റെയും കൂടെ നോക്കണം. അത് നമുക്ക് നോക്കാം. രാശിഫലത്തിൽ നമ്മുടെ ശബരിനാഥിന് കർക്കിടക രാശിയാണ്. അതായത് ഏപ്രിൽ 9 ചാരഫലമാണ് ഞാൻ ഈ ഒടുവിൽ പറയുന്നത്. കർക്കിടക രാശിയാണ് ശബരിനാഥ്. കർക്കിടക രാശിയുടെ ഫലം അത്ര പോരാ. ഓക്കെ, ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് വേണമെങ്കിൽ പറയാം, അത്രയോ പറ്റത്തുള്ളൂ. ഓക്കെ, അതേസമയം വൃശ്ചിക ലഗ്നമാണ് നമ്മുടെ ശബരിനാഥൻ. വൃശ്ചികം രാശിയുടെ ഫലവും അത്ര മെച്ചമല്ല. ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാവുന്നേ ഉള്ളൂ. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ശബരിനാഥിന് ടോട്ടൽ കിട്ടിയേക്കുന്നത് വെറും 6 പോയിൻ്റ് മാത്രം. 7 റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, ശിവൻകുട്ടിയുടെ നമുക്ക് അവസാനം പറയാം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യം നോക്കാം. അദ്ദേഹം മകരരാശിയാണ്. മകരരാശിയുടെ ഏപ്രിൽ 9 ഫലം കൊള്ളാം. ഓക്കെ, ഗുണാധിക്യം കിടക്കുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹം കന്നി ലഗ്നമാണ്. കന്നി ലഗ്നം അത്ര വലിയ കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ രാശിഫലത്തിന് അദ്ദേഹത്തിന് +2 കൊടുക്കും. അപ്പോൾ ടോട്ടല് രാജീവ് ചന്ദ്രശേഖരന് 15 പോയിൻ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വിവാദ പുരുഷൻ, ട്രോളർമാരുടെ ഇഷ്ടവിഭവം. ഒരു രക്ഷയില്ല. ട്രോളർമാരെ ഇട്ട് കടന്ന് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉടുമ്പ് പിടിച്ച കണക്ക് പിടിച്ച് കിടക്കും. ശിവൻകുട്ടി ഒരു ഒന്നൊന്നര സാധനമാണ്, വേറെ ലെവലാണ്. അദ്ദേഹം മേടം രാശിയുമാണ്. മേടം രാശിക്ക് ഇപ്പോൾ അടിപൊളി സമയമാണ്. ശനിയും വ്യാഴമൊക്കെ പ്രതികൂലമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ലാതൊക്കെ ആവശ്യത്തിന് ഇതുണ്ട്. ശനി പ്രതികൂലമാണ് മേടം രാശിക്ക്, സൂര്യനും ചൊവ്വയൊക്കെ പ്രതികൂലമാണ്. പക്ഷേ ശുക്രൻ, ശിഖി, സർപ്പം, ബുധൻ ഇവയൊക്കെ അനുകൂലമാണ് മേടം രാശിക്ക്. അതേസമയം മകരലഗ്നമാണ് അദ്ദേഹം. അപ്പം മകരം രാശിയുടെ ഫലവും കൂടെ വരും, ടോപ്പിലെത്തും. അപ്പോൾ 7 റൗണ്ട് കഴിഞ്ഞപ്പോൾ, മൊത്തം റൗണ്ട് കഴിഞ്ഞപ്പോൾ ശബരിനാഥ് ഏറ്റവും പിന്നിൽ 6 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനം 15 പോയിൻറ്റുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. അതേസമയം നമ്മുടെ വിവാദ പുരുഷൻ, ട്രോളർമാരുടെ ഇഷ്ട വിഭവം ശിവൻകുട്ടി 18 പോയിൻറ്റുമായി 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. BJP-ക്കാരെന്നെ ചീത്ത വിളിക്കരുത്. നിങ്ങളുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് അത്. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് വിജയസാധ്യതയുണ്ടെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. കാര്യം നിങ്ങൾ ചീത്ത വിളിക്കരുത്. പക്ഷേ ജ്യോതിഷപരമായിട്ട് രാജീവ് ചന്ദ്രശേഖർ അത്യധികം ഭാഗ്യമുള്ള അത്യുന്നത ജാതകക്കാരനാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ശിവൻകുട്ടി അതിന് ടോപ്പിലാണ്. അപ്പോൾ ജ്യോതിഷപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയുന്നില്ല, രാഷ്ട്രീയപരമായിട്ട് ശബരിനാഥിനും രാജീവ് ചന്ദ്രശേഖരനും ശിവൻകുട്ടിക്കും സാധ്യതകൾ നിലനിൽക്കുകയാണ്.
അത് നമുക്ക് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോഴേ അറിയാക്കുള്ളൂ. പക്ഷേ ജ്യോതിഷപരമായിട്ടുള്ള വിശകലനത്തിൽ ഒരു രക്ഷയില്ല. ശിവൻകുട്ടി തന്നെ അതൊരു ഒന്നൊന്നര കുട്ടിയാണ്. പവർഫുള്ളായിട്ടുള്ള ജാതകമാണ് അദ്ദേഹത്തിൻ്റെ. എത്ര പേരിട്ട് ഭരിച്ചാലും ഉടുമ്പ് പിടിക്കുന്ന കണക്ക് അവിടെ കിടക്കും. വിജയിച്ചേ പിന്മാറൂ. അപ്പോൾ എൻ്റെ ജാതക വിശകലനം അനുസരിച്ച് ജ്യോതിഷപരമായിട്ട് ശിവൻകുട്ടി ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനും സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാര്യം ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ കണക്കൊക്കെ നോക്കുമ്പോൾ ടോപ്പിലാണ് അവിടെ BJP. പക്ഷെ നമുക്ക് ജ്യോതിഷം ഈ പറഞ്ഞ എനിക്ക് കള്ളമൊന്നും 64 വയസ്സായി, ഇത്രയും കാലം നമ്മൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വയസ്സായ കാലത്ത് കള്ളം പറയാൻ പഠിക്കാൻ ഇവിടെ പ്രയാസമാണ്. ജ്യോതിഷപരമായിട്ട് നിയമം തെരഞ്ഞെടുപ്പിൽ ശ്രീ ശിവൻകുട്ടി തന്നെയാണ് മുന്നിൽ ജ്യോതിഷപരമായിട്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ആർക്കും വിജയിക്കാം. അത് നിങ്ങൾ പ്രവർത്തകരും ജനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ഇനിയൊന്നും എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളങ്ങ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണം. ഞാനിവിടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചീത്ത വിളിക്കരുത്. എന്തായാലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പറ്റുമെങ്കിൽ 100 മണ്ഡലങ്ങളുടെയെങ്കിലും ഇത് ഫലം ഇതുപോലെ പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചീത്ത വിളിക്കുക മാത്രമല്ല, ഏത് മണ്ഡലത്തിലെ റിസൾട്ട്, ജ്യോതിഷപരമായിട്ടുള്ള റിസൾട്ട് അറിയണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്. അതിശക്തമായ ത്രികോണ മത്സരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് നിയമമണ്ഡലം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തന്നെ എടുത്തത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ കൊല്ലം നിയോജകമണ്ഡലത്തിൻ്റെ ഇടാൻ സാധ്യതയുണ്ട്. കാരണം കൊല്ലം നിയോജകമണ്ഡലം ഏത് മുന്നണി ജയിക്കുന്നോ അവർ ഭരണത്തിലേറുമെന്നാണ് ഒരു പൊതുവെയുള്ളൊരു ധാരണ. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ 57 തൊട്ടുള്ള ഇലക്ഷൻ നോക്കിക്കോളും. കൊല്ലം നിയോജകമണ്ഡലം ഏത് മുന്നണി ജയിച്ചോ ആ മുന്നണിയായിരിക്കും അധികാരത്തിൽ വരിക. അത് നോക്കട്ടെ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ബിന്ദുകൃഷ്ണയുടെയും പിന്നെ S ജയമോഹൻ്റെയും പിന്നെ പ്രതാപ് കുമാറിൻ്റെയും ജാതകമൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഒന്ന് നോക്കാം. എനിവേ, അപ്പോൾ ദേവി ഏത് ചീത്ത വിളിക്കരുത്. എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും സമയമില്ല. ചീത്ത വിളിയെല്ലാം ഡിലീറ്റ് ചെയ്യാറാണ് ഞാൻ പതിവ്. മറുപടി ഒന്നും കൊടുക്കാറില്ല. കാര്യം അതിനുള്ള സമയമില്ല, അതിൻ്റെ കാര്യമില്ല. എനിവേ, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും നല്ലൊരു MLA-യെയും നല്ലൊരു ഭരണത്തെയും കിട്ടാനും എല്ലാ തരത്തിലും സമ്പൽ സമൃദ്ധിയും സർവകാര്യ വിജയവും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.